സാവ്യച്ചമ്മയുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഉപ്പേരിയാണ്. ഇപ്പോൾ ചക്ക സീസണല്ലേ, കുറച്ച് ചക്കക്കുരു പടവലങ്ങയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു വീഡിയോയിലേക്ക് പോകാം. ഉപ്പേരിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ചക്കക്കുരു ഒരു 10 എണ്ണം നീളത്തിലരിഞ്ഞത്, ഒരു പടവലങ്ങയുടെ പകുതി, ഒരു സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, 1/4 മൂടി തേങ്ങ, 2 വെളുത്തുള്ളി അല്ലി, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ചട്ടി ചൂടാവട്ടെ. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കടുകിടാം. ഈ ചക്കക്കുരുയൊക്കെ സീസണിൽ കിട്ടുന്നതാവുകൊണ്ടേ നമ്മൾ എല്ലാത്തിലും ചീരയിലും ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ചീരയിലോ, പിന്നെ ഇത് തനിയെ കറി വയ്ക്കാം, മാങ്ങ ഇട്ട് കറി വയ്ക്കാം. പിന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇടാം, ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഇട്ടൊരു നല്ല പ്രത്യേക ടേസ്റ്റ് ആവും. സിമ്മിൽ വെക്കാം, സിമ്മിൽ വെച്ചിട്ടില്ല. ഇത് ചക്കക്കുരു ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഉപയോഗിക്കണമെന്ന് മാത്രം. വെളുത്തുള്ളി ചതച്ചിട്ട് വറക്കുമ്പോൾ ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഒക്കെ പറയാൻ മറന്നുപോയി. കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ചേർത്താം. ചക്കക്കുരു പെട്ടെന്ന് വേവും. എരിവിന് ഈ പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വേവാനുള്ള വെള്ളം വയ്ക്കാം. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചക്കക്കുരു ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് പടവലങ്ങ ചേർക്കാം. ചക്കക്കുരു വേവട്ടെ.
ചക്കക്കുരു ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് പടവലങ്ങ ചേർക്കാം. പടവലങ്ങ കൊണ്ടും ഇഷ്ടംപോലെ കറികൾ വയ്ക്കാം. പടവലങ്ങ കറി, എരിശ്ശേരി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് ഉപ്പിട്ടത് കാരണം ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവും, പടവലങ്ങ പെട്ടെന്ന് വേവും. ഈ പടവലങ്ങയൊക്കെ നാരുള്ളത് കാരണം, ഫൈബർ അധികം ഉള്ളത് കാരണം നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ ചക്കക്കുരു. വെളുത്തുള്ളി ഒന്ന് 4 അരിഞ്ഞ് കൊടുക്കാം. അരിഞ്ഞിട്ടിടാം. ചക്കക്കുരുവൊക്കെ ഉപയോഗിക്കുമ്പോൾ വെളുത്തുള്ളിയും ഉപയോഗിക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്പേരിക്ക്. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പേരി ആയത് കാരണം ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും. ചട്ടിയല്ല. ബാക്കി തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ വിഭവം ചക്കക്കുരും പടവലങ്ങയും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ശ്രമിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നന്ദി, നമസ്കാരം.